നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ കാളി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാളിനോട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം മാസ്റ്ററെ, നമ്മുടെ ആറാട്ടണ്ണനെ ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പം അതിനെപ്പറ്റി മാസ്റ്ററുടെ അഭിപ്രായം? ആറാട്ടണ്ണ അങ്ങനെ പറയാനും അതേപോലെ ആക്കി തീർക്കാനും കുറച്ചൊക്കെ മീഡിയക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലേ? കുറേ ഫാക്ട്. അവനെ തോളത്തൊക്കെ അനിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ അനിയനാണ്. അവനൊരാൾ ഉപദ്രവിക്കാൻ കിട്ടാറില്ല, തട്ടാൻ അവന് സ്വന്തം അമ്മനെ ചീത്ത വിളിക്കാറില്ല. സ്വന്തം അമ്മനെ അച്ഛനെ വരെയും ചീത്ത വിളിക്കുന്ന ആൾക്കാർ, പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ. അപ്പം നിങ്ങളൊക്കെ ഈ എന്താ പറയുക, ഈ നെഗറ്റീവ് കമൻറ്റിന് വേണ്ടി ഓരോരുത്തരെ യൂസ് ചെയ്യണം പരിപാടി ആദ്യം കൊടുക്കാൻ. കാരണം അവർക്ക് നല്ലതിനല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പലവട്ടം എനിക്കും തോന്നിയിട്ടുണ്ട് മീഡിയക്കാരാണ് തീർച്ചയായും. ഇപ്പം അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ അനിയാന്ന് പറഞ്ഞു വിളിച്ചത്, നീ എൻ്റെ അനിയനല്ലേടാന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ അവൻ ആ ഒരു സ്ഥാനത്ത് എന്നെ കണ്ടെത്തി. ആരെയും പ്രപ്പോസ് ചെയ്യാൻ എൻ്റെ മുമ്പ് വന്നിട്ട് പ്രപ്പോസ് ചെയ്യണോ? കാരണം നമ്മൾ നിൽക്കണ പോലെ നമ്മളൊരു അവസരം കൊടുക്കാനാണ് പലരും നമ്മുടെ തലയ്ക്കേലും ഇറങ്ങാന്നുള്ള പോലെ. അവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികൾ, അതായത് നമ്മൾ കാണാറുണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ ചില നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ മാത്രമല്ല ചില സ്കൂളിലൊക്കെ ചെന്ന് അന്വേഷിക്കുക, സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടാവും. അവിടെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, നോർമൽ കുട്ടികൾ തന്നെയാണ്. എല്ലാവരും നോർമൽ കുട്ടികളാണ്. ശരീരത്തിൽ പ്രശ്നം ഉണ്ടാവില്ല, അവരുടെ മൈൻഡ് പ്രശ്നം ഉണ്ടാവും. അതെല്ലാം നല്ല സ്മാർട്ടായിട്ട് പഠിക്കുന്നത്, എല്ലാ കാര്യത്തിലും നല്ല അറിവ്. പക്ഷേ ചില വിഷയങ്ങളിൽ ഒറ്റപ്പെടുന്നത്, എന്താ പറയുക, ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്ന കുറേ വിഷയങ്ങൾ ഇപ്പം എനിക്കുള്ള ബാല്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിരിക്കാൻ പറ്റില്ല. അത് എത്ര പ്രായം ആയി കഴിഞ്ഞാൽ അതിനെ തേടിയുള്ള പോക്കാണ്. എനിക്കെന്താ നഷ്ടപ്പെട്ടത്? എൻ്റെ ബാല്യം നഷ്ടപ്പെട്ടു. ആ ബാല്യത്തിന് തേടിയുള്ള യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. പലർക്കും അതിന് അനുഭവം ഉണ്ടാകും. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അത് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, ആര് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഒരു മൊബൈലും ക്യാമറ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന കുറേ പേര്. അതിലെങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് പഠനം പറട്ടെ എന്നുള്ള മനസ്സിലായി. അതെന്ന് നിൽക്കുന്നു അന്ന് ഇതൊക്കെ കുറേയൊക്കെ ശരിയാണ്. ഇപ്പോൾ പലയിടത്തും പല തെറ്റിനെയും പ്രൊമോട്ട് ചെയ്യണത് സോഷ്യൽ മീഡിയയാണ്. അല്ലാന്ന് പറയരുത്. സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ആരോടും എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ഇടുന്നത്, ലൈക്ക് ഇടുന്നത് ഒന്നും പറഞ്ഞില്ല. എനിക്കിഷ്ടമുള്ളത് എൻ്റെ മൈൻഡിൽ വരുന്നത് ഞാൻ പറയുന്നത്. അത് ശരിയാവണമെന്നിരിക്കാം പലർക്കും പല കാഴ്ചപ്പാടുകൾ. എൻ്റെ കാഴ്ചപ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പബ്ലിക്കിൽ അവർ വരില്ല. അപ്പോൾ പലരും വിഷയ്ക്ക് അങ്ങനെ ഒരുപാട് മരിച്ച ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി രോഗനം പാട്ടുകൾ, എന്താ പറയുക, അങ്ങനെയുള്ള സംഗീതങ്ങളുണ്ടാക്കാം. പക്ഷേ ജീവനോടിരിക്കുന്ന ജീവിതശവങ്ങളായിട്ടുള്ളവരൊക്കെ കുട്ടികളുണ്ട്. ബാല്യം നഷ്ടപ്പെട്ട് എന്താ പറയുക, പുറത്ത് ഞങ്ങളുടെ തെറ്റല്ല എന്ന് പറയാനും അനുവാദമില്ല. വീണ്ടും അത് തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ബാല്യത്തിൽ 10 വയസ്സിൽ 6 വയസ്സിലൊക്കെ എന്താണ് അനുഭവിച്ചത് അതൊക്കെ തന്നെ വീണ്ടും കൊണ്ട് അനുഭവിക്കാം. പറയാൻ പറ്റാതെ എല്ലാം ഞാനിപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൽ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മാതൃഭൂമിയിൽ ഒരു ഇൻ്റർവ്യൂ എടുത്ത് അത് പുറത്തു വിട്ടിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ പച്ചക്കറി വിളിച്ച് പറഞ്ഞതെന്നും കൂടി ഉണ്ട്. കാരണം ഞാൻ ആ ഒരു മേഖല കടന്നതാണ്. ഇപ്പോഴും ഞാനൊരു വോയിസ് വേണമെങ്കിൽ ഇട്ട് തരാം, ഏത് മീഡിയയ്ക്കും തരാം. എൻ്റെ അശ്വാസം തന്നെ എന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, അതായത് എൻ്റെ വീട്ടിനുള്ളിൽ എനിക്ക് ഈ പ്രാവശ്യം, അതായത് 10 വയസ്സിൽ നടന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴും ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എന്തെങ്കിലും തെറ്റാണെന്ന് ആലോചിച്ചു. അതും 10 വയസ്സുള്ളൊരു കുട്ടിയെ എങ്ങനെ യൂസ് ചെയ്തെന്ന് അവളുടെ തന്നെ ഭർത്താവിനോട് ചെന്നിട്ട് പറഞ്ഞ് രസിക്കുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അങ്ങനെ എത്ര ആൾക്കാരുണ്ടാവും? ഈ പെൺകുട്ടികൾ എത്ര പേരെ ഭയക്കുന്നുണ്ടാവും? ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല, ഒരു നിയമവും ഇല്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുറത്ത് പലരും എന്തൊക്കെ വന്നാലും ശരി, ഇതൊക്കെ നിർത്താനത്ത് ഇതൊരു മാനസിക രോഗമാണ്. ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോളുടെ കൂടെയുള്ള സെൽഫി എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ തന്നെ മെസ്സേജിൽ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ വന്നിട്ട് അന്നും പറഞ്ഞ് എനിക്ക് ഇടാതിരിക്കാൻ പറ്റും. മറുപടി നല്ലതുള്ളൂ, അത്രേ ഉള്ളൂ. ചില കഴിവുകൾ അങ്ങനെയാണ്. കുഞ്ഞുങ്ങളായിട്ട് കാണാൻ പോലും പറ്റില്ല. അവരുടെ ശരീരങ്ങൾ മാത്രം കാണാൻ, അതായത് പെണ്ണാണ്, പലതും ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതാണെന്ന് മാത്രം. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ കുഴപ്പമാണോ? അതിന് കേരളത്തിലല്ല, വിദേശങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ഞാൻ പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ കാര്യം നിസ്സാര കാര്യമല്ല. നമ്മുടെ ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവിയിൽ
ഒക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളെ ഉപദ്രവിച്ചിട്ട് ഒരു പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്തിട്ട് ആ വീട് എടുത്തിട്ട് ബ്ലാക്ക് അല്ലേ അതെ ബ്ലഡ് ഷെഡിലൊക്കെ ഇട്ട് രസിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ബാല്യം നശിക്കപ്പെട്ട പെൺകുട്ടികളെ ചോദ്യം ചെയ്യണം. പലരും കേസ് കൊടുക്കാറുണ്ട്, പോകാത്തത് അതിൻ്റെ പിന്നാലെ പോകാത്തതിൻ്റെ കാര്യം. എനിക്കുണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന ഒരാൾ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് വിൽക്കാൻ വരും. സാഹചര്യമുള്ള നാടാണ്, നമ്മുടെ നാടകത്തില്ല, വേൾഡിന് മൊത്തം അതിന് മാർക്കറ്റിംഗ് ഉണ്ട്. അത് വാങ്ങുന്ന നിസ്സാരക്കാരല്ല. ഇതൊക്കെ പച്ചക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആ വിളിച്ച് പറഞ്ഞ വീഡിയോ വരെ പലർക്കും പുറത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതെന്തുകൊണ്ട് പബ്ലിക്കിലാവുന്നില്ല? ഞാൻ എന്തുകൊണ്ടാണ് ഈ പോരാടുന്നത്? ഈ ഒരു നിയമം പുതിയത് വരണം. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ റിക്കവർ ചെയ്തിട്ട് ജീവനം കൊണ്ട് കിടക്കുകയോ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് എടുത്ത് മാർക്കറ്റ് അവർ പുതിയ എന്താ പറയുക വേശ്യാവൃത്തിക്ക് ഒരു വഴിയൊരുക്കി നശിഞ്ഞു നിനക്ക് ഇതേ ഉള്ളൂ ജീവിതം എന്നും പറ്റിക്കുന്നതിൽ പോരാ. അവളെ ആയോധനകല ഒളിപ്പിച്ച് പുതിയ ഐഡി അതായത് അവളുടെ പേരും അഡ്രസ്സൊക്കെ മാറ്റി അവളെ ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യത.